സർ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ഒപ്പം കേരളത്തിൽ മൊത്തം കനത്ത മഴയാണ്. നനഞ്ഞ പടക്കം പോലെ ആകുമോ കോൺഗ്രസ്? ഇല്ല, അങ്ങനെ ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ഈ UDFനെ എന്തൊക്കെ പറയുമെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിനെ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ നിലമ്പൂർ ഇത്തവണ UDFിലേക്ക് ചായാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അവിടെ PV അൻവറും CPM-ഉം തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. UDF ആരെയോ സ്ഥാനാർത്ഥിയാക്കിക്കൊള്ളട്ടെ, അത് ജോയിയോ ആര്യാടൻ ഷൗക്കത്തിനെയോ. ഇപ്പോൾ പറയുന്നതനുസരിച്ച് ആര്യാടൻ ഷൗക്കത്തിന് മുൻതൂക്കമുണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ഒരു പൊതു തട്ടകമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ അച്ഛനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം അവിടെ ഒരു മതേതര സ്വഭാവമാണ്, വളരെ ജനകീയനാണ്. ഏറെക്കാലം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഈ മണ്ഡലം. പിന്നെ ഈ ആര്യാടൻ ഷൗക്കത്തിനൊരു സാംസ്കാരിക മുഖം കൂടിയുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു അനുകൂല ഘടകമായിട്ട് മാറുകയാണ്. ജോയിയെ സംബന്ധിച്ചിടത്തോളം അത്രയും അത് വരുന്നില്ല. പക്ഷേ ജോയിയും എന്നാൽ സുസമ്മതനാണ്, ജനകീയ മുഖമുണ്ട്, DCC സെക്രട്ടറിയാണ്, ഇത്തരത്തിലുള്ള മുൻതൂക്കമൊക്കെ ഉണ്ട്. നമ്മൾ നിലമ്പൂർ എന്ന് പറയുമ്പം ഈ പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരം ഒരു സിറ്റി ഏരിയയിൽ ഒരു ഗ്രാമപ്രദേശം, ഒരു വനപ്രദേശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവിടെ കൂടുതൽ കർഷകരാണ്, ക്രിസ്ത്യൻസാണ്, ഒരു വിഭാഗം കൂടുതലുള്ളത് ക്രിസ്ത്യൻസാണ്, പിന്നെ മുസ്ലിം വിഭാഗങ്ങൾ. ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കൃഷിയെയും അതേപോലെ തന്നെ ചെറിയ ചെറിയ ജോലികൾ അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലാതെ അവർ ഈ രാഷ്ട്രീയ കളികളോ അങ്ങനെ വലിയൊരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിലമ്പൂരിലില്ല. അപ്പം ഇവരുടെ ഈ ഒരു കോൺഗ്രസ് CPM ഒരു രാഷ്ട്രീയ കളികൾ ഒരുപക്ഷെ നിലമ്പൂർ ജനതയ്ക്ക് മനസ്സിലാവണമെന്നില്ല. അവർ ഓരോ വ്യക്തികളെ ആശ്രയിച്ചായിരിക്കും വോട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതൊന്നും മാറിമറിയാൻ തക്ക സാധ്യത വല്ലതുമുണ്ടോ? ഇപ്പോൾ ഒരു പക്ഷേ ഷൗക്കത്ത് നിന്നാലും ജോയ്, ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ക്രിസ്ത്യൻ ഏരിയയാണ്. അപ്പം കുറച്ചുകൂടി ജോയ്ക്ക് സാധ്യത കൂടുതലില്ലേ? അല്ല, ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറയുന്നത് അത്ര മുൻതൂക്കമൊന്നുമില്ല. ഒരു 22% നിൽക്കുന്നത്. അത് മുഴുവൻ അങ്ങോട്ട് UDFിലേക്ക് വരണമെന്നും ഇല്ല. പിന്നെ ഇതൊരു ഒരു കാർഷിക ആയിട്ടുള്ള പ്രദേശമാണ് സമ്മതിച്ചു. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സർക്കാരിന് ഇപ്പം തിരിച്ചടി ഉണ്ടാകാനും പോകുന്നു. വന്യജീവി ആക്രമണം കൂടുതലായിട്ട് നേരിടുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിലൂടെ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നഷ്ടം, കൃഷിനാശം, പിന്നെ മാത്രല്ല നമ്മുടെ കേരളത്തിൽ പൊതുവെ ഉള്ള കാർഷിക ബഡ്ജറ്റ് എടുത്താൽ തന്നെ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ഒരു വികസനം തന്നെ വളരെ താഴോട്ടാണ്. കാരണം കൃഷി പലരും ചെയ്യുന്നില്ല. കർഷകർക്ക് പേടിയാണ് കൃഷി ഇറക്കാൻ. കാരണം നഷ്ടത്തിലാവും, ലാഭത്തിൽ കിട്ടുന്ന അപൂർവമായിട്ട് നഷ്ടത്തിലാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. മാത്രമല്ല പല അവശ്യ സാധനങ്ങളുടെയും ടാക്സ് വർധന, ഇതൊക്കെ ഈ ഒരു പിണറായി സർക്കാരിനെ വല്ലാണ്ട് ബാധിക്കുമെന്ന് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ വന്യജീവി ആക്രമണത്തിലൂടെ മനുഷ്യജീവൻ ബലി കൊടുക്കേണ്ട അവസ്ഥയിലൊക്കെ ഇതൊക്കെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാര്യമാണ്. ഇവിടെയൊക്കെ മന്ത്രി ശശീന്ദ്രൻ്റെ ഒരു നിഷ്ക്രിയത്വം വളരെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയപാതയിലുണ്ടായ വിള്ളൽ, ഇത് മലപ്പുറം ജില്ലയിലാണ്. ഇതൊക്കെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയും. സർക്കാർ ഒരുപക്ഷെ ഇപ്പോൾ പറയും അത് കേന്ദ്ര പദ്ധതിയാണെന്ന്. ഇത് കേരളത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മായിയപ്പനും മരുമകനും നെഞ്ചേറ്റിൽ ആളിച്ചുകൊണ്ട് നടന്നത്. അവിടെയാണ് ഇതിന് വീഴ്ച പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തിരിച്ചടിയാക്കി. നമ്മൾ പ്രധാനമായിട്ട് എപ്പോഴും പറയുന്നത് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്, അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയാണ്. കാരണം ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പുറമേ നോക്കുമ്പോൾ ദേശീയപാത അല്ലെങ്കിൽ മറ്റുള്ള വികസനം, വിഴിഞ്ഞം, ഇതൊക്കെ നോക്കുമ്പോൾ പുറമേ നിന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ പിണറായി സർക്കാർ ഇന്ന് അതൊക്കെ ചെയ്തു. പക്ഷേ ഓരോ നിലമ്പൂരിലെ ഓരോ വ്യക്തികളിലേക്കും ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇപ്പം നമുക്കറിയാം, ഇപ്പോഴും ഉണ്ട്, നേരത്തെയൊക്കെ വീടില്ലാത്തവർക്ക് ഭവന പദ്ധതി എത്രമാത്രം കിട്ടിയിട്ടുണ്ട്. ഈ ആടുകൾ അല്ലെ കോഴികൾ, പശു വളർത്തൽ, ഫാം അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടുന്ന കാർഷിക ലോണുകൾ, അതിൻ്റെ എത്ര ശതമാനം ടാക്സ് കുറവ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ചെറിയ അതായത് ഓരോ വ്യക്തികളെയും ആശ്രയിക്കുന്ന ചില കാര്യങ്ങൾ നിലനിർത്തിയിരിക്കും. ഇനി LDFന് വോട്ട് ചെയ്യണോ അതോ കോൺഗ്രസിന് വോട്ട് ചെയ്യണോ? ഒരു പക്ഷേ അതിലൊക്കെ LDF എത്രമാത്രം പരാജയപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്? അല്ല, ഇവിടെ LDFന് അവിടെ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ PV അൻവറിലൂടെയാണ്.
2016 PV അൻവറിനെ CPM സ്വതന്ത്രനായിട്ട് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയാണ് ചെയ്തത്. 2016 നല്ല ഭൂരിപക്ഷവും 2021 വരുമ്പോൾ ഭൂരിപക്ഷം കുറയുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അവിടെ മൊത്തത്തിൽ CPMന് അല്ലെങ്കിൽ ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ് 2021 ഭൂരിപക്ഷം കുറഞ്ഞത്. പിന്നെ ഇപ്പോൾ PV അൻവർ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും അതുപോലെ CPMനെയും പോലീസ് ഉന്നത അധികാരികളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് ഇരുപക്ഷത്തിനും വലിയ പോരാട്ടമായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ മുമ്പ് കണ്ട ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല LDF സർക്കാരിൻ്റെ രണ്ടാം ഭരണ സമയം മുതൽ കണ്ട ഉപതെരഞ്ഞെടുപ്പ് പോലെ അല്ലിത്. ഇപ്പം നമുക്ക് 2021 തൃക്കാക്കരയിൽ നിന്ന് വിജയിച്ചത് PT തോമസാണ്. PT തോമസിന് അന്ന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 14,329 വോട്ടാണ്. പിന്നീട് PT തോമസിൻ്റെ വേർപാടിനെ തുടർന്നാണ് അവിടെ 2022 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് ആണ് അവിടെ മത്സരിച്ചത്. ആ സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും യാതൊരു താമസവും ആരും തന്നെ അതിനെ ചോദ്യം ചെയ്യലോ ഒന്നും ഉണ്ടായില്ല. 2022 ഉമാ തോമസിന് കിട്ടിയ ഭൂരിപക്ഷം നോക്കണം, 25,016 വോട്ടാണ്. നേരെ ഇരട്ടിയിലേക്ക് കടക്കുകയാണ്. അതുപോലെ 2021 തന്നെയാണ് പുതുപ്പള്ളിയിൽ 21 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി അവിടെ നിന്ന് ജയിച്ചത് 9,044 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മൻചാണ്ടിക്ക് 2021 ഭൂരിപക്ഷം കുറയുകയുണ്ടായി. പക്ഷേ 2023 ഉമ്മൻചാണ്ടിയുടെ വേർപാടിനെ തുടർന്ന് 23 ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി. അപ്പോൾ അവിടെ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മന് 37,719 വോട്ടിന് വിജയിക്കുകയും ചെയ്തു. നമുക്കറിയാം കേരളം മുഴുവൻ ഉമ്മൻചാണ്ടിയെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ആ സമയത്താണ് ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ അത് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വോട്ട് തന്നെയാണ്. 2021 പാലക്കാട് തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് അവിടെ ശ്രീധരനാണ് BJPയുടെ പ്രധാന സ്ഥാനാർത്ഥി. പിന്നെ ഷാഫി പറമ്പിലും അവർ തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് അവിടെ കണ്ടത്. ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. ഷാഫി പറമ്പിലിന് കിട്ടിയ ഭൂരിപക്ഷം 3,859 വോട്ടാണ്. ഷാഫി പറമ്പിലിനെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വിട്ടു. അവിടെ വിജയിച്ചതോടുകൂടി 2024 തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ 18,840 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. ഭൂരിപക്ഷം നോക്കണം എത്രത്തോളം ഉയർന്നു എന്നുള്ളത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി. ഇനി ചേലക്കര, അതേ സമയം തന്നെ ചേലക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിലേക്ക് കൂടി വരണം. ചേലക്കരയിൽ 2021 രാധാകൃഷ്ണനാണ് മത്സരിച്ച് വിജയിച്ചു. രാധാകൃഷ്ണൻ മന്ത്രിയുമായതാണ്. രാധാകൃഷ്ണന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 39,400 വോട്ടാണ്. പക്ഷേ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി ചേലക്കര. അവിടെ പ്രദീപ് കുമാറാണ് മത്സരിച്ചത്. കിട്ടിയ ഭൂരിപക്ഷം 12,201 ചുരുങ്ങുകയും ചെയ്തു. നോക്കണം, രാധാകൃഷ്ണൻ 39,400, അതിൽ നിന്ന് 12,201 രാധാകൃഷ്ണന് വേറൊരു ഫേസാണുള്ളത്. ഭരണവിരുദ്ധ വികാരം അവിടെയും പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ PV അൻവർ കുറേയധികം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് PV അൻവറിന് കിട്ടുന്നതായ വോട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ട് അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുണ്ട്. പിന്നെ ഇതെല്ലാം UDFന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. LDFന് കനത്ത തിരിച്ചടി, LDFന് എന്നല്ല CPMന് അവിടെ തിരിച്ചടി സംഭവിക്കാൻ പോകുന്നു. ആ തിരിച്ചടി ഇതൊരു സൂചനയായിരിക്കും. അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഒരു വർഷം ബാക്കി നിൽക്കുകയാണ്. സൂചന കൊടുക്കുകയാണ് കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്. LDFന് മാറ്റം സംഭവിക്കാൻ പോകുന്നു. പിണറായി സർക്കാർ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കോടികളാണ് നിലമ്പൂർ ചിലവഴിച്ചത്. അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനം തീർച്ചയായിട്ടും അതിന് പ്രതികരിക്കും. എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്നുള്ള തരത്തിലാണ്
LDF സർക്കാർ ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും നോക്കാം അല്ലേ? അല്ലെ, അവരുടെ ഒരു അഭിമാന പോരാട്ടമാണ്. കാരണം അവർക്ക് നിലമ്പൂർ പിടിച്ചേ തീരൂ, അൻവറിന് ഇത് പിടിച്ചേ തീരൂ. UDFന് തോൽവി സംഭവിച്ചാൽ UDFന് അവിടെ പ്രത്യേകിച്ച് ഒരു ക്ഷീണം ഉണ്ടാകുന്നില്ല, സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. പക്ഷേ CPM അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഹങ്കാരം അങ്ങ് അതിൻ്റെ പാരമ്യത്തിലെത്തുമെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ ചിലപ്പോൾ അവരുടെ ഇമേജ് കൂട്ടാനുള്ള ഒരു ശ്രമവും നടത്തും.